വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്ന ഉമർ ഫൈസി മുക്കത്തെ തള്ളുന്നു സമസ്ത. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് സമസ്തയെ വലിച്ചിഴക്കരുത് എന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അതത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. സിനോ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എന്തായാലും ഉമർ ഫൈസിയെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന രീതിയിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ വിവരങ്ങൾ? റിജിത്ത്, അശ്വതി, അതായത് മുസ്ലിം ലീഗ് ജനറൽ സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയതിനെതിരെ മുഷാവർ അംഗം കൂടിയായ ഉമർ ഫൈസി മുക്കം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തത്. അതായത് ജനറൽ സീറ്റുകളിൽ ലീഗ് വനിതകളെ നിർത്തിയത് സംസ്ഥയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സംവരണ സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കാൻ വേണ്ടി സംസ്ഥ അനുമതി നൽകിയിരുന്നു. ഭൂരിഭാഗം മുസ്ലിമുകളും സംസ്ഥയെ പിന്തുണയ്ക്കുകയും ലീഗിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലീഗ് സംസ്ഥയ്ക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് തുടങ്ങിയ തരത്തിലായിരുന്നു പ്രതികരണം വന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെ വന്നിരുന്നു. സംസ്ഥയിൽ നിന്ന് തന്നെ നാസർ ഫൈസി കൂട്ടത്തെയൊക്കെ തന്നെ ഉമർ ഫൈസി മുഖത്തിനെതിരെ പ്രതികരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇത് കൈവിട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അനവസരങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കി സംസ്ഥയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന ഒരു മുന്നറിയിപ്പാണ് ഉമർ ഫൈസി മുഖത്തിന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അതാത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ ഗുണവും ദോഷവും അവരാണ് ആലോചിക്കേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മതത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിഹത്യകളിൽ നിന്നും വിദ്വേഷ പ്രചാരണങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനു മുൻപും പല വിഷയങ്ങളിലൊക്കെ തന്നെ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് വിവാദമായിരുന്നു. അന്നൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ തിരുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിവാദ പ്രസ്താവന നടത്തിക്കൊണ്ട് വീണ്ടും ഉമർ ഫൈസി മുക്കം വിവാദങ്ങളിൽ ഇടനേടുകയാണ്. അതെ സിനോജ്, ഈ ഉമർ ഫൈസി മുക്കം ഒരു നിലപാട് പറയുന്നു, നാസർ ഫൈസി കൂടത്തായി വേറൊരു നിലപാട് പറയുന്നു. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, മുമ്പ് പല വിഷയങ്ങളിലും അത്തരത്തിൽ പ്രതികരണങ്ങൾ വരികയും അത് സമസ്തയുടെ അഭിപ്രായം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് സമസ്തയുടെ നിലപാട് ഞാൻ വിശദീകരിക്കും, അതാണ് സമസ്തയുടെ നിലപാട്. അത് ഒരിക്കൽ കൂടി മുത്തുക്കോയ തങ്ങൾക്ക്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെടുന്നു. സിനോജ്, തീർച്ചയായിട്ടും. അതായത് സംസ്ഥയ്ക്കുള്ളിൽ ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല ചേരിയും ഉണ്ട്. അതിൽ ലീഗ് വിരുദ്ധ ചേരിയുടെ മുഖമായിട്ടാണ് ഉമർ ഫൈസി മുക്കത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിരുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രതികരണങ്ങളും പാണക്കാട് തങ്ങൾക്കെതിരെ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്ന ഘട്ടത്തിലൊക്കെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംസ്ഥ നേതൃത്വമൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് അത് വിലക്കിയിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളാണ് സംസ്ഥയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. ഉമർ ഫൈസി മുക്കം മുഷാവർ അംഗം കൂടിയാണ്. അദ്ദേഹം ഈ നേതൃത്വത്തെ മറികടന്നുകൊണ്ട് നടന്ന പ്രസ്താവനകളൊക്കെ തന്നെ സംസ്ഥയെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിലേക്കും ലീഗുമായി ഉള്ള ബന്ധം വഷളാക്കുന്ന തരത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോയത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ലീഗ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വനിതകൾക്ക് മത്സരിക്കാൻ വേണ്ടി അവസരം നൽകിയിരിക്കുന്നു. കൂത്തുപറമ്പ് സീറ്റിലും പേരാമ്പ്ര സീറ്റിലും അവസരങ്ങൾ നൽകിയിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന കൂടി ഉമർ ഫൈസി മുക്കം നടത്തിയിരിക്കുന്നത്. അതായത് സംവരണ സീറ്റുകളിൽ, വനിതാ സംവരണമുള്ള സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കാൻ വേണ്ടി ലീഗിന് ഒരു അനുമതി സംസ്ഥ നൽകിയിരുന്നു. പക്ഷേ ജനറൽ സീറ്റുകളിൽ പുരുഷന്മാർ തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം, അവിടെ വനിതകൾ മത്സരിക്കാനുള്ള അനുമതി ലീഗിന് സംസ്ഥ നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളും, സംസ്ഥ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല, നേതാക്കൾ അനവസരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ശരി, സിനോജ് തോമസ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഉമർ ഫൈസി മുക്കം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിന് പിന്നാലെ അത് സമസ്തയുടെ നിലപാടാണോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത സമസ്ത അധ്യക്ഷൻ തന്നെ വരുത്തുകയാണ്. വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്ന ഉമർ ഫൈസി മുക്കത്തെ തള്ളുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് സമസ്തയെ വലിച്ചിഴക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യം അതത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ്. സിനോജ് തോമസ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്.